ഹലോ, ഇന്ന് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സാധനം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് കുറച്ച് പാക്കിങ് കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ശരി, നമുക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ എന്ത് വാങ്ങിയാലും നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആദ്യം പൊട്ടിക്കുമ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതാ ഈ ഒരു ബോക്സൊക്കെ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞാനിത് മീഷോ എന്നാണ് ഓർഡർ ചെയ്തത്. പിന്നെ എന്തെങ്കിലും കൊള്ളൂല്ലെങ്കിൽ നമുക്കത് തിരിച്ചയക്കാം, റിട്ടേൺ അടിക്കാം. അതുകൊണ്ട് പിന്നെ ഇത് നോക്കാം എന്താണെന്നുള്ളൊരിത്. എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. നല്ല ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഈ ബോക്സുകളാണ്. നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഓക്കെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. വൈറ്റ് ആണെല്ലാം. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബ്ബകളാണ്. ഡബ്ബയല്ല, ബോക്സ്. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം കൂടി ഇരിപ്പുണ്ട്. ഇതിന് 6 ക്യാപ്പും കൂടെ ഉണ്ട് ഇതിന്. കുറച്ച് നല്ല എന്താണ് സാധനം വെച്ചിരിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും. 1 2 3 4 5 6 6 ക്യാപ്പുകളുണ്ട്. ബോക്സും 6 ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു കിടുപിടി എന്തോ ഒക്കെ ഇരിപ്പുണ്ട്. അത് ഒന്ന് നോക്കട്ടെ അതെന്തോ ആണെന്ന്. അത് നല്ല റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് ഈ ബോക്സിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യേണ്ട സാധനമാണിത്. ഇതെന്തുവാ, വെള്ളമൊക്കെ ഇത് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് നോക്കാം, ഇതൊന്ന് വെച്ച് നോക്കാം അത് കറക്റ്റാണ്. ഇല്ലെങ്കിൽ അത് റിട്ടേൺ അടിക്കണം, കൊള്ളൂല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ തന്നെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ. കൊള്ളാം, സാധനമൊക്കെ ഐറ്റമൊക്കെ കുറച്ച് നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട്. കട്ടിയുണ്ട്, ആവശ്യത്തിന് കട്ടിയുണ്ട്. വെജിറ്റബിളൊക്കെ വെക്കേണ്ട സാധനമാണ്. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് നമുക്ക് ഓരോ ഐറ്റം, പച്ചമുളകും പിന്നെ ബീൻസും ക്യാരറ്റ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇത് പിന്നെ ആകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ചോറൊക്കെ കിട്ടുമ്പോൾ ഓരോന്നും തപ്പിപ്പിറക്കണ്ടല്ലോ. ഓരോന്നും ഓരോ ബോക്സിലിട്ട് വെച്ച് ആ ബോക്സ് മാത്രം നമുക്ക് എടുത്താൽ മതിയല്ലോ. ഇതിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതപ്പം വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഴുകി ഉടനെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിളും വെള്ളവും തമ്മിൽ മിക്സിങ് ആവത്തില്ല. അതങ്ങ് ഈ നെറ്റിൻ്റെ അടിയിൽ തന്നെ കിടന്നോളും വെള്ളം. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫോട്ടോ കണ്ടപ്പോഴത്തേനും സംഗതി കൊള്ളാം, അടിപൊളി. എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾ ഉണ്ടോ എന്ന് ഇട്ട് നോക്കട്ടെ. ഇത് ക്യാരറ്റ് ഞാനിപ്പോൾ പച്ചക്കറിയൊന്നും വാങ്ങിയില്ല, ഇരുന്നതിനെയാണ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊക്കെ ഒന്ന് നോക്കാം. സംഗതി എന്താണെന്ന് വെച്ചാൽ നല്ലതല്ലെങ്കിൽ എനിക്ക് റിട്ടേൺ അടിക്കണം ഒരു ദിവസം. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ തന്നെ ഒന്ന് പൊളിച്ചും പറക്കിയൊക്കെ ഒന്ന് ഇതാക്കി നോക്കുന്നത്. ക്യാപ്പൊക്കെ നല്ല അടിപൊളി ക്യാപ്പാണ്. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. ഗ്യാപ്പൊന്നുമില്ല, നല്ലവണ്ണം അടച്ച് വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇത് ക്യാരറ്റായി. പിന്നെ എന്തോ ഇനിയൊരു ബോക്സിൽ ഇത് ബീൻസ് ഉണ്ട് കുറച്ച്, അതിനെടുത്തിട്ട് നോക്കാം. അങ്ങനെ കുറച്ച് ബീൻസും ഒക്കെ എടുത്ത് തട്ടി അതും ഈ ബോക്സിനുള്ളിലോട്ടാക്കി. നിങ്ങളും ഇതൊന്ന് വാങ്ങിച്ച് നോക്കണം കേട്ടോ. നല്ല രസമുള്ളൊരു സാധനമാണ്. നല്ല രസവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ എണീറ്റ് ചോറ് കിട്ടാനൊക്കെ ഉള്ളവർക്ക് അടിപൊളി സാധനമാണ്. പെട്ടെന്ന് ഈ ഓരോന്ന് എടുത്ത് ഇങ്ങനെ കവറിൽ വെച്ചാലും ചീത്തയായി പോകും. ചൂട് സമയത്തൊക്കെ നല്ലോണം ചീത്തയായി പോകും. ഇതിലാകുമ്പോൾ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് മാത്രം എടുത്ത് അതിൻ്റെ കഷ്ണങ്ങൾ മാത്രം കട്ട് ചെയ്തൊക്കെ എടുത്താൽ മതിയല്ലോ. ഞാൻ എല്ലാം കൂടെ കൊണ്ടൊന്ന് കൂട്ടി മിക്സിങ് ഇട്ടിട്ട് എടുക്കാനൊക്കെ രാവിലെ കുറച്ചെടുത്ത് ഇങ്ങനെ നുള്ളിപ്പറക്കി എടുക്കാനൊക്കെ ഭയങ്കര കഷ്ടമാണ് ഇങ്ങനെ രാവിലെ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഈസി വേലയായി. കുറച്ച് കത്തിരിക്ക എടുത്ത് അടച്ച് പറക്കി. ഇത്രയുള്ള എൻ്റെ വെജിറ്റബിൾ. വേറെ ഒന്നും, ടൊമാറ്റോ ഉണ്ട്, അത് പിന്നെ ഇടാം. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കട്ടെ. നല്ല ഇതാണ് ബോക്സൊക്കെ കൊള്ളാം, അടിപൊളി ബോക്സാണ്. ഇത് നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഫ്രിഡ്ജിൻ്റെ അകത്ത് നല്ലോണം വയ്ക്കാൻ പറ്റും. വെജിറ്റബിൾ ബോക്സിലും വയ്ക്കാൻ പറ്റും. അതിൻ്റെ മുകളിലുള്ള ആ ഒരു തട്ടിലും ഇത് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കിയുള്ളത് പച്ചക്കറി വാങ്ങിയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പം ഇതിനെ ഒന്ന് തിരിച്ച് അതിലോട്ട് ആ ഡബ്ബയിലോട്ട് തന്നെ കയറ്റി വയ്ക്കട്ടെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടപ്പും ബോക്സും ഒന്നും കാണാതെ പോയും. ഇതിൻ്റെ